എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം അകലെയായി മനോഹരമായൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 200 മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന എടപ്പള്ളി പുക്കാട്ടുപോടി റൂട്ടിൽ നിൽക്കുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും നേരത്തെ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 11 കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ നിൽക്കുന്ന വീടാണ്. കണ്ടംപററി സ്റ്റൈലിലാണ് എലിവേഷൻ. അത്യാവശ്യം നല്ല വീടുകളെല്ലാം നിൽക്കുന്ന ഒരു ഏരിയയിലാണ്. ഈ 2 വീടുകളാണ് ഈ ഒരു മോഡലിൽ തന്നെ വരുന്നത്. അതിൽ ഒരു വീട് മാത്രമേ ഇനി ലഭ്യമായിട്ടുള്ളൂ. നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ നമുക്ക് കാണാം. ചുറ്റുമതിലെല്ലാം സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ഗേറ്റ് ലൈറ്റും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ തന്നെ 100% ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുമ്പോൾ വിശാലമായൊരു മുറ്റം നമുക്ക് കാണാൻ കഴിയും. 2 വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാം. ഈ വീടിൻ്റെ കാർ പോർച്ച് ഏരിയ അഡീഷണൽ ആയിട്ട് ഇനി പണിത് തരുന്നതാണ്. കൂടാതെ മുകളിലെ ബാൽക്കണിയിൽ ഒരു ചാർത്ത് പോലെ ഫ്രണ്ടിലേക്ക് ഒരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അതും അഡീഷണൽ ആയിട്ട് വരുന്ന വർക്കാണ്. അത് വീട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ബിൽഡർ ചെയ്തു തരുന്നതാണ്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരാം. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടായാണ്. ചെറിയൊരു സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. മനോഹരമായൊരു ഡിസൈനോടുകൂടി വരുന്ന ഡോറ് തന്നെയാണ്. നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഒരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭ്യമാണ്. ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യം ലഭിക്കുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ സ്പേസിലായി ചെറിയൊരു TV യൂണിറ്റും നമുക്ക് കാണാം. ഹൈ ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡൈനിങ് ഹാള് തന്നെയാണ്. ഇവിടെയും ആ ഒരു കിച്ചൺ വരുന്ന ആ ഒരു സ്പേസിലും ഡൈനിങ് ഹാൾ ഇടാം. ഏത് ഏരിയയിൽ വേണമെങ്കിലും ഡൈനിങ് ഹാൾ ഇട്ടാലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അറിയാം ഏതൊരു വീടിൻ്റെയും ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു സ്പേസാണ് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. കാരണം ഏതൊരു ആവശ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ പെരുമാറാൻ അത്യാവശ്യം വരുന്ന സ്പേസാണ് ഡൈനിങ് ഹാൾ. ആ ഒരു ഡൈനിങ് ഹാൾ നല്ല വിശാലമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു ടേബിൾ ടോപ്പോട് കൂടി ഒരു വാഷ് കൗണ്ടറും നമ്മളിപ്പോൾ കണ്ടു. ഇനി നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഓപ്പൺ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ കാണാൻ കഴിയും. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ടൊക്കെ തന്നെയാണ്. കൂടാതെ സീലിംഗ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള കബോർഡ് വർക്കുകളും അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. കബോർഡിനായി ഉപയോഗിച്ചിട്ടുള്ളത് മൾട്ടിവുഡ് തന്നെയാണ്. ഇവിടെയായി അഡീഷണൽ ആയിട്ട് ഒരു ഫ്രിഡ്ജ് വയ്ക്കാവുന്നതും വാഷ് മെഷീൻ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ് എല്ലാം ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നേരെ കാണുന്ന ഈ ഒരു സ്പേസിലായി ഒരു സിറ്റിംഗ് ഏരിയ ഈ വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട്. UPVC ഡോറുകളാണ് ജനലിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയായി കബോർഡ് വർക്കും നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കെറോവിറ്റ് കമ്പനിയുടെ സാനിറ്ററി ബാത്റൂം ഫിറ്റിംഗ്സ് ആൻഡ് സാനിറ്ററീസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹാളിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജിയുടെ പൈപ്പും വുഡുമാണ് ഹാൻഡിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഇനി നമുക്ക് 1ാമത്തെ നിലയിലേക്ക് വരാം. നേരെ കയറി വരുന്നത് ചെറിയൊരു ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള വിൻഡോ എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ എയർ സർക്കുലേഷനും ലഭ്യമാണ്. മുകളിലെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സ്പേസിലായി ഒരു സിറ്റിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ വരുന്ന സിറ്റിംഗ് ഏരിയയാണ്. നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്.
ഇനി മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ആണ് വരുന്നത്. നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. കബോർഡ് വർക്കുകളും അത്യാവശ്യം വലിപ്പമുള്ള 2 വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോർണറിലായി ഒരു സിറ്റിംഗ് ഏരിയയും നമുക്ക് കാണാം. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ. നല്ല നല്ല വീടുകളും ഫ്ലഡിൻ്റെ എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയ കൂടിയാണ്. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ നിന്നും വീടെടുക്കുകയാണെങ്കിൽ ലോണിൻ്റെ എല്ലാ രീതിയിലുള്ള വർക്കുകളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും നേരെ കാണുന്ന ഭാഗത്തൊരു സിറ്റിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കും നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ഈ ഒരു വീടിൻ്റെ ഇനി നമുക്ക് പോവേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കാർ പോർച്ച് അഡീഷണൽ ആയിട്ട് ചെയ്തു തരുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ബാൽക്കണിയിൽ വരുന്ന ഒരു ഓപ്പൺ സ്പേസും കവർ ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി 3.800 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 77 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.